ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങൾ ചിലപ്പോഴെങ്കിലും രാത്രി അരി വെള്ളത്തിലിടാൻ മറന്നു പോകാറില്ലേ? അല്ലെങ്കിൽ ഡയറ്റിങ്ങിലാണോ നിങ്ങൾ? അതുമല്ല, ദോശ കഴിച്ചാൽ ഷുഗർ കൂടുമെന്നൊരു പേടിയുണ്ടോ? എന്തായാലും വേണ്ടില്ല, നമുക്കിന്ന് 10 മിനിറ്റ് കൊണ്ട് ഒരു അടിപൊളി ദോശയും അതിനുവേണ്ടി ഒരു പച്ച കളറിൽ ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു 1/2 കപ്പ് ചുവന്ന പരിപ്പ് കഴുകിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കുവാണ്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് ഞാൻ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒന്നിട്ട് ചൂടാക്കിയെടുക്കുവാണ്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് ചൂടാക്കി വരുമ്പോഴത്തേക്കും നമുക്കൊരു 5-8 കുഞ്ഞുള്ളി ഒന്ന് തൊലി കളഞ്ഞ് റെഡിയാക്കിയെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 2 വെളുത്തുള്ളി, ഒരു കുഞ്ഞ് ഇഞ്ചി കഷ്ണം, 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന്, പിന്നെ ഒരു നെല്ലിക്കായുടെ അതിൻ്റെ പകുതി വലുപ്പമുള്ള പുളി, വാളം പുളി കൂടി നമ്മളൊന്ന് വഴറ്റി അത് നമ്മൾ അരച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇലകൾ ചേർക്കുന്നത് പുതിന ഇലയും മല്ലി ഇലയുമാണ്. പുതിന ചട്നി ആയതുകൊണ്ട് തന്നെ ഒരു 2 പിടി പുതിന നമുക്കിവിടെ ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ 1 പിടി മല്ലിയില കൂടി. ഇനി നിങ്ങൾ കറിവേപ്പില ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 തണ്ട് കറിവേപ്പില കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം. വഴറ്റാതെ അരച്ചു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ആ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ അത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ആ സമയം നമ്മൾ കഴുകി വെച്ചിരുന്ന നമ്മുടെ പരിപ്പ് അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ അല്പം ഉപ്പും ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുവാണ്. ആക്ച്വലി പരിപ്പ് ഒരുപാട് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമേ ഇല്ല. കുറേ നേരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റായി പോകും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. പക്ഷേ നമ്മൾ ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സമയം ഒരു 3-4 മിനിറ്റ് അവിടെ ഇട്ട് വെച്ചത്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നമ്മൾ അരച്ച് ദോശ ഉണ്ടാക്കാൻ പോവാണിപ്പം. പാനിലേക്ക് എണ്ണ ആവശ്യമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് എണ്ണ ഒന്ന് തടവി കൊടുത്ത് ഈ കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് പരത്തി ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ കല്ലേന്ന് എടുത്ത് ചൂടോടെ കഴിക്കണം, അതാണ് ഏറ്റവും ടേസ്റ്റ്. തണുക്കുന്നതനുസരിച്ച് സത്യം പറഞ്ഞാൽ കുറച്ചൊരു ടേസ്റ്റ് മാറ്റമുണ്ട് ഇതിന്. നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ലതാണ്. പിന്നെ ഫുൾ പ്രോട്ടീൻ അല്ലേ, ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണിത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഷുഗറുള്ളവരോ അതുപോലെ എക്സസൈസൊക്കെ ചെയ്ത് മസിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഇത്. അല്പം നെയ്യ് വേണമെങ്കിൽ നെയ്യ് കൂടി നമുക്ക് തടവി കൊടുക്കാം. അപ്പോൾ ദോശ എവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് നമ്മുടെ ചട്നി അങ്ങോട്ട് അരച്ചെടുക്കാം. അല്പം 1 പിടി തേങ്ങ കൂടി ഞാനിതിൻ്റെ കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. 1 പിടി തേങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യമുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.